പൊയ്യ മടത്തുംപടി വില്ലേജ് ഓഫീസ് വീണ്ടും പ്രവർത്തന സജ്ജമായി. 5 ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു. നിയമനം വൈകുന്നത് സംബന്ധിച്ച കേസ് കോടതി വിളിച്ച ഫെബ്രുവരി 4-ന് തന്നെ ഉദ്യോഗസ്ഥർ ചുമതല ഏറ്റെടുത്തത് ശ്രദ്ധേയമായി. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. നിയമനം വൈകിച്ചതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയതോടെ കളക്ടറേറ്റിൽ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസറെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി നിയമന ഉത്തരവ് നൽകുകയായിരുന്നു. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, 2 ഫീൽഡ് അസിസ്റ്റന്റുകൾ എന്നിങ്ങനെ 6 തസ്തികകളാണ് വില്ലേജ് ഓഫീസിലുള്ളത്. ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. സർക്കാരിന് നിവേദനം നൽകിയിട്ടും നടപടിയില്ലാതായതോടെ ഷാൻഡി ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു. 2025 ഫെബ്രുവരിയിൽ ഹർജി പരിഗണിച്ച ഹൈക്കോടതി 3 മാസത്തിനകം സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഉത്തരവിട്ടു. നവംബറിൽ ഈ സമയപരിധി പൂർത്തിയായതോടെ ഷാൻഡി ജോസഫ്, സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ എന്നിവർക്കെതിരെ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. ഇതിനിടെ ഡിസംബർ 17-ന് മടത്തുംപടി വില്ലേജ് ഓഫീസ് വിഭജിക്കാനും ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. കോടതിയലക്ഷ്യ കേസ് പിറ്റേ ദിവസം പരിഗണനയ്ക്കിടാൻ ഇരിക്കെയാണ് മടത്തുംപടി വില്ലേജ് ഓഫീസ് വിഭജിക്കാനായി മന്ത്രിസഭായോഗം അനുമതി നൽകിയത്. മീഡിയ ടൈം, മാള.